നാരായണ പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതയാ പദയേ നമഃ. ആർത്തനാമർത്തിഹന്താരം ധീരാനാം ഭീതിനാശനം ദിശതാം കാലദണ്ഡം ശ്രീ രാമചന്ദ്രം നമാമ്യഹം. ശ്രീരാമചന്ദ്രം നമാമ്യഹം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോകിതം നിജവർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ശർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ജേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും നാരായണം ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പും. ആകയാൽ ഞാനുണ്ട് ഒന്ന് നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ട് അതുമൂലം സന്തോഷം അവതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലബന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ടു. ഞാനതിൻ പത്രമെങ്കിൽ കാരുണ്യാബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല അത് ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്ത് അത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം കൊണ്ട് അരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തി നാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. നാരായണ രാമ രാമ നാരായണ. മുന്നമെന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നണകേൽപ്പിച്ചതില്ലാരെയും ജീവനാദി അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറികയിലാഗ്രഹമുണ്ടായതും. ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കൽ ഏറ്റവും നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കുക തന്നെ മൂലം ശ്രീരാമപാദാംബുജം
വന്ദിച്ചു സംക്ഷേപിച്ചു നാരായണം. സാരമായുള്ള തത്വം ചൊല്ലിവൻ കേട്ടാലും നീ ശ്രീരാമൻ. പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതാൻ കാരണൻ കേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മനുഷ്യനെന്ന് കൽപ്പിച്ചിടും ഒരജ്ഞാനികൾ മാനസമൃതമാകമൂലം സീത രാഘവം അരുൾസൂന സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു. ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദര വീരന്മാരാലും ഗീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസം ജഗശ്രാവ്യമാം ചരിതവും കേട്ട് ആനന്ദിച്ചു. നിർമ്മല മണിയസൽ കാഞ്ചനസിംഹാസനെ തന്മായ ദേവിയ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നള്ളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി ഇതിനു മുൻപിൽ ആമാർഭക്രിയാം വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ എതിർക്കൺ വാർത്തു. കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ? നിന്നിലും എന്നിലും കൊണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി. നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയമില്ലല്ലോ നിർമ്മലൻ. ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം. ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം. മടിയാതെ നമ്മുടെ തത്വം എന്നറിയിക്കണം. ഇപ്പോൾ ചിന്മേ ജഗന്മയേ സന്മയേ മായമയേ നാരായണ ബ്രഹ്മോപദേശത്തിന്റെ ദുർലഭം പാത്രം. ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമൻ കേടോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീരാമഭദ്രാനന്ദ പരമ സദ്ഗുരവേ നമോ നമഃ. ഓം ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരായ നമോ.